അപ്പോൾ നമ്മൾ കസോൾ വിടും കേട്ടോ. കസോളിൽ നമ്മളെല്ലാം വണ്ടി ഫുൾ പാക്കപ്പായി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ലഗേജ് എല്ലാം സെറ്റാണ്. We started from Kasol early morning to Manali. On the way we stopped for breakfast. This stop is very costly. I mean everything is overpriced. Morning ride is very good and refreshing. There is not much traffic today after Kasol. Yeah, we can ride easily. Almost 2.5 hours ride from Kasol to Manali. We reach in Kulur township. It's a very beautiful view from the road. From this place we deviate left to Nagar village. Nagar village is one of the beautiful village in Himachal Pradesh. You can see the rush in the road. Very much traffic in this morning. Many tourists coming to the Himachal and Kulu Manali Leh Ladakh. Ladakh, one of the favorite riding destination in India. Many riders from Kerala, different part of India ride to Ladakh. "18 kilometers to Manali. It is one of the best road in my road trips. Very beautiful scenes and mountains." Chai. We took a short break in this tea shop. It was a nice experience drinking tea from local shops. It was cheap and good. We needed to take a entry pass. It is 100 rupees for 2 wheelers. When we entered to the Manali, it was raining. We bought some fruits from the sellers on the way. This road left is going to Manali and the right is Rohtang Pass. In Manali, I am going to stay in Vashist. Vashist is a beautiful place. There is a old temples and nearby there is a beautiful waterfall, Jogini. നമ്മൾ എത്ര മണിക്ക് എത്തി? ഇവിടെ 1 മണിയല്ലേ? ഞങ്ങൾ മണാലിയിൽ എത്തിട്ടോ. മണാലിയിൽ ലവാക്ക എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റലുണ്ട് ഇവിടെ. അവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല തിരക്കാട്ടോ മണാലി. ഇവിടെ വെജിറ്റബിൾ കൊണ്ടുവരുന്ന വണ്ടി കേട്ടോ. ആളുകളൊക്കെ ഇവിടെ നിന്നാണ് വെജിറ്റബിൾ മേടിക്കുന്നത്. തന്തൂർ ചായ ആണ് കേട്ടോ. നമ്മുടെ പോട്ട് ചൂടാക്കി തന്തൂരിൽ വെച്ചേക്കാണ്. നൈസ്. നീ മേടിച്ചോ. പക്ഷേ ഇതല്ലേ. This is the beautiful view from our hostel. We can see some hot air balloons. I wait for a long time to see it fly in the sky. മണാലിയിൽ ലവാക്ക എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റലുണ്ട്. അവർക്ക് മക്ലോഗഞ്ച് ബാസുവിന് അവർക്ക് ലവാക്കുണ്ട്. ഇവിടെ വന്നപ്പോൾ കുറേ മലയാളികളെ കണ്ടു.
അപ്പോൾ നമ്മുടെ ഒരു ചങ്ങാതി ഇവിടെ കുക്ക് ചെയ്യണം. പുള്ളി കുറച്ച് നാളായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ കിറ്റായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് ആളുടെ കുക്കിംഗ് തന്നെ കാണാം. ഈസ് മേക്കിംഗ് സം ബ്രേക്ക്ഫാസ്റ്റ്. ബ്രോ, just tell me about yourself. Where are you from? My name is Saif Akhtar and I'm from Patna. Yeah, anyway, this is nice, very nice view. Look, the mountain is very foggy and the cloud, mist, rain, everything. We can see that side. We can see that snow mountains. It's very beautiful. Yeah. ആരാ? എവിടെ നാട്ടിലെവിടെ? മലപ്പുറം. അതെ. ഹായ് ഭയ്യ. फोटो ले लो बेटे 20 ഒരു ഫോട്ടോ എടുത്താൽ 20 റുപ്പീസ് ചോദിക്കും കേട്ടോ. ആ മുയലിൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ 20 റുപ്പീസ് എന്ന് ഞാൻ പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനെയാണ്, ഇവര് ടൂറിസം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. നമ്മളിവിടെ ലവാക്കയിൽ മണാലിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ച് പിള്ളേരെ കണ്ടോ. അവർ കുറച്ച് നാളുകളായിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് അവരോടൊന്ന് ചോദിക്കാം, നിങ്ങൾ എത്ര നാളായി ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 10-17 ദിവസം. എവിടെ നിന്ന്? നാട്ടിൽ ഞാൻ അരൂര്. അരൂര് എൻ്റെ അടുത്താണ്. ഞാൻ തളിയാറുമ്പോ അറിയോ? പിന്നെ ഞാൻ പൂച്ചാക്കല ശ്രീകണ്ഠേശ്വരത്തെ പഠിച്ചത്. ഞാൻ SHL ശ്രീകണ്ഠേശ്വരത്തിലെ പഠിച്ചത്. നീയോ? ഞാൻ എന്റെ വീട് ആലപ്പുഴ, ചേർത്തല. എന്റെ പേര് റോമി. ചേർത്തല തന്നെയാണ് വീട്. ഓക്കെ. നമ്മുടെ നാട്ടുകാരുണ്ടോ? മലപ്പുറം. ഇവ മാത്രമേ ഉള്ളൂ ഇച്ചിരി ദൂരം. വേറെ സ്ഥലത്താണ്. അപ്പോ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. നിങ്ങൾ എവിടെയൊക്കെ വിസിറ്റ് ചെയ്തു? ഇവിടെ സ്പിറ്റി പോകാൻ വേണ്ടി ഇറങ്ങിയതാ. സ്പിറ്റിക്ക് വേണ്ടി മാത്രം ഇറങ്ങിയതാണോ? ഓക്കെ ഓക്കെ. ഷിംല റക്കോംപിയ വഴി സ്പിറ്റി കയറി. ഓക്കെ. എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? സ്പിറ്റി വേറെ അടിപൊളിയാണ് അല്ലേ? ഞങ്ങൾ പോയിട്ടില്ല, ഞങ്ങൾ പോകണം എന്തായാലും അവിടെ. അടിപൊളി. അപ്പോ നിങ്ങൾ ഇന്ന് റിട്ടേൺ ആണോ? എങ്ങോട്ടാണ്? തിരിച്ച് നാട്ടിലോട്ടല്ലേ? നാട്ടിലേക്കാണ്. അപ്പോൾ ഓക്കെ. നിങ്ങൾക്ക് ട്രാവലേഴ്സിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങോട്ട് വരുന്ന ട്രാവലേഴ്സിനോട്? ഇങ്ങോട്ട് വരുന്ന ഇന്ത്യൻ ടൂറിസ്റ്റെ പോലെ ആവരുത്. ഈ കാറിൽ AC ഇട്ട് ചില്ല് ഇട്ടിട്ട് വില്ലേജ് പാസ് ചെയ്ത് പോകും. നമ്മള് വന്നിറങ്ങുന്ന സ്ഥലം എന്താണെന്ന് അറിയണമെങ്കിൽ നടന്ന് നമ്മൾ അറിയുള്ളൂ. ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ബൈക്ക് കുഴപ്പമില്ലല്ലോ. ബൈക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സ്പിറ്റി ഒരു 50 കിലോമീറ്റർ നടന്ന് കവർ ചെയ്ത്. 50 കിലോമീറ്റർ നടന്നോ? അവാർഡ് കൊടുക്കണം. അത് ആൾട്ടിറ്റ്യൂഡില്. എങ്ങനെയുണ്ടായിരുന്നു ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ? ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തിരിച്ച് നാട്ടിലേക്കാണ്. അവരെ നമുക്ക് എപ്പോഴെങ്കിലും വെച്ച് നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യാം. അപ്പോൾ അവർക്കൊരു ബെസ്റ്റ് വിഷസ് ഒക്കെ അയച്ച് നമുക്ക് അവർ പറഞ്ഞയക്കാം. അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക് യു. നമ്മളിപ്പോൾ മണാലി ടൗണിലാട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വന്ന പിള്ളേരുണ്ടല്ലോ, അവരുടെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മുടെ പിള്ളേരല്ല, അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചു. You can see how rich these places. Himachal is fully open for the tourism. Many people are coming to Manali and Ladakh. ആൾക്കാരെ ആകർഷിക്കുന്നത് ഇത് മാർക്കറ്റ് സൈഡാട്ടോ. അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ. നമുക്ക് സുഖമായിട്ട് ഉള്ളിൽ കൂടിയൊക്കെ കയറി നടക്കാം. വിന്റർ സമയത്ത് ഇവിടെ ഫുള്ള് കച്ചവടം വരും. എല്ലാം ഇവിടെ വരും അല്ലേ? This is the Manali main bus stand. I mean the government bus stand. You get all the buses from here to Delhi and all. അപ്പോൾ നമ്മൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പിള്ളേരൊക്കെ ആയിട്ട് ജോഗിനി പാർലോട്ട് നടക്കും കേട്ടോ. 2 കിലോമീറ്റർ നടക്കാൻ. ഹായ്. യെസ്. ഇതിന്റെ ഒരു ഗുണം ആ കാണുന്ന ഹെൽപ്പാടാണ്. അത് വേണ്ട. കിतना 1 एक का होता है 10. വേണോ നിനക്ക്?
ഇത് ഡ്രൈ ആപ്പിൾ ആട്ടോ. യു മേക്ക് ദിസ് 100 റുപ്യ. ഇതിന് 100 രൂപ കേട്ടോ ഈ സാധനത്തിന്. പുള്ളിക്കാരത്തി ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. ऐसे हाँ कितना टाइम चाहिए? एक सॉक्स एक दिन. അയ്യോ, ഒരു ദിവസം പണിയെടുത്തിട്ടാണ് കേട്ടോ. ഒരു ദിവസം വേണമെന്ന് തോന്നണില്ല, അവർ പറയുന്നതനുസരിച്ച് ഒരു ദിവസം പണിയെടുത്തിട്ടാണ് ആ സോക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഡ്രൈ ആപ്പിൾ ഉണ്ട്, അതിന് 50 രൂപയാണ്. ഞാനൊരു സോക്സ് വാങ്ങിച്ചു. താങ്ക് യു, ശുക്രിയ. ഞങ്ങളിപ്പോൾ ഒരു അടിപൊളി പൈൻ ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടിയായിട്ടാണ് പോണത്. അടിപൊളി സ്ഥലമാണ്. നമ്മുടെ വാഗമണ്ണൊക്കെ ഉള്ള ഏകദേശം ഒരു മൂളുണ്ട് ഇവിടെ, പക്ഷെ അതൊന്നുമല്ല, ഇവിടെ അടിപൊളിയാണ്. ജോഗിനി ഫോൾസ് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് പോയിട്ട് നോക്കാം അവിടെ എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല തിരക്കാട്ടോ ഇവിടെ, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. Where are you from? I'm from Gujarat, Surat. Oh, okay. Yeah. Where are you from? Kerala. Kerala, wow. Nice meeting you. Nice to meet you, bro. See you. Thanks. Welcome. എത്ര 2 കിലോമീറ്ററോ? ഈ വഴിയെ കുറച്ച് കട്ടിയാട്ടോ, കുത്തനെ കയറ്റാണ്. കുത്തനെ കയറി ആ മോളിൽ പോണം നമ്മൾക്ക്. മോളിൽ പോണം. യെസ്, ഇതാണ് നമ്മുടെ 96-ലെ വിജയ് സേതുപതി നിൽക്കുന്ന വാട്ടർഫോള്. അടിപൊളിയല്ലേ? ഒരു രക്ഷയിലോട്ടോ, നല്ല ഹൈറ്റാണ്. നമ്മളങ്ങനെ ജോഗിനി ഫോളിലെത്തി. ജോഗിനി ഫോളിലോട്ട് നടന്നിട്ടിരിക്കണം. നമ്മൾ ഈ പിള്ളേരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കേട്ടോ. പുറത്തോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ കയറി അറിഞ്ഞില്ല. ഇവിടെ മഴ വന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ടാണ് കയറിയിരിക്കുന്ന ഒരു കേവ് ഉണ്ട്. ജോഗിനി ഫാളിൽ വന്നാണ് എല്ലാവരും ഇതിനകത്തുണ്ട്. എനിക്കിവിടെ നിൽക്കാല്ല, ചരിഞ്ഞൊക്കെ നിൽക്കുമ്പോ പടയപ്പ. അടിപൊളിയാട്ടോ ഇവിടെ. നല്ലതായിട്ട് തണുപ്പുണ്ട്, നല്ല വെള്ളം ഇങ്ങനെ അടിക്കുന്നുണ്ട്, മിസ്റ്റടിക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ. കാറ്റിൻ്റെ പവർ കൊണ്ടാണത്. അടിപൊളി കേട്ടോ, വീട്ടു വൈബാണ് ഇവിടെ. അടിപൊളി, സൂപ്പറാണ് ഇവിടെ അല്ലേ? ഇപ്പോൾ ജോഗിനി ഫോളിൻ്റെ അണ്ടർ വാട്ടർ, ആ വാട്ടർ അടിയിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ജോഗിനി ഫോളിൻ്റെ അടിയിലാണ്. അടിപൊളിയായിട്ട് ഇവിടെ ഫുള്ളും നനയാണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ. പക്ഷെ അടിപൊളി വൈബാണ്. ഇവിടുന്ന് പറയുന്നത് കേൾക്കുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ അടിപൊളി വൈബാണ് ഇവിടെ. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സ്ഥലത്ത് വെച്ചത്. ഒരു രക്ഷയില്ല, ഭയങ്കര ഡേഞ്ചറുണ്ട്. ഇവിടുത്തെ വഴിയെല്ലാം സ്ലിപ്പറിയാണ്. നമ്മളിപ്പോൾ വാട്ടർഫോൾ കാണാൻ പോയിട്ട് എത്തിയിട്ടോ. 2.5 മണിക്കൂറുണ്ട് വൺ സൈഡ്. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തി നന്നായിട്ട് ടയർഡായിട്ടുണ്ട്. ഉച്ചക്ക് എത്തും ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ എത്തുന്നോർത്ത് നടന്നില്ല. ഇവിടെ ഫുഡ് കഴിക്കാൻ നമ്മുടെ ചേച്ചിയുടെ അവിടെ എത്തി. ഇവിടെ ഏറ്റവും വില കുറവാണ് കേട്ടോ. നല്ല ഫുഡുമാണ്, വില കുറവാണ്. എഗ് പൊറോട്ട